ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ തന്നെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വഴുതനങ്ങ കറിയാണ്. അതിനായിട്ട് 2 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള നല്ല പർപ്പിൾ കളറുള്ള 2 വഴുതനങ്ങയാണ്. നമുക്ക് ഈ വഴുതനങ്ങ ഇനി നീളത്തിലൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ വല്ലാണ്ട് കനം കുറച്ച് മുറിക്കരുത്, ഒരല്പം കട്ടിയിൽ തന്നെ വേണം മുറിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ വഴുതനങ്ങ ഒന്ന് ഫ്രൈ ചെയ്യാം. അതിനായിട്ടൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് നമുക്ക് ഈ മുറിച്ച് വെച്ചിരിക്കുന്ന വഴുതനങ്ങയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2 തൊട്ട് 3 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്യാം. ഈ ഒരു സമയം കൊണ്ട് വഴുതനങ്ങയൊക്കെ തന്നെ നന്നായി ഫ്രൈ ആയി വന്നോളും. ഇനി ഈ വഴുതനങ്ങ എണ്ണയിൽ നിന്നൊന്ന് കോരി മറ്റൊരു ബൗളിലേക്ക് വെച്ച് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി അതേ ഒരു പാനിലേക്ക് തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുകും ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടിയിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം അത്യാവശ്യം വലുപ്പമുള്ളൊരു സവാള ചെറുതായി കൊത്തിയരിഞ്ഞതും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി സവാളയൊക്കെ തന്നെ നന്നായി വഴന്ന് ഇതുപോലെ ബ്രൗൺ കളറായി വരുമ്പം ഇതിലേക്ക് ഇനി 1.5 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും, ഒരു 2 നുള്ളു കായപ്പൊടിയും കൂടി ഇട്ട് ഈ ഒരു പൊടികളുടെയും കൂടെ പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് തക്കാളിയാണ് ചേർക്കേണ്ടത്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു തക്കാളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കൊത്തിയരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് നമുക്ക് തക്കാളി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായി വഴറ്റിയതിന് ശേഷം ഒരു അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യാം. ഇനി ഒരു ബൗളിലേക്ക് നെല്ലിക്ക വലുപ്പത്തിന് പുളിയെടുത്ത് അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നല്ലൊരു പുളിവെള്ളം കൂടെ തയ്യാറാക്കി വെക്കാം. ഇപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ തക്കാളി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി പുളിവെള്ളവും നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന വഴുതനങ്ങയൊക്കെ ചൂടാറിയുണ്ടാവും. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു 4-5 കാഷ്യൂ നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു അല്പം വെള്ളം കൂടെ ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ നമുക്കിതൊന്ന് അരച്ചെടുത്ത് വെക്കാം. അതുകൊണ്ട് നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ പുളിവെള്ളവും വറ്റി നല്ലൊരു കുറുകിയ ഈ ഒരു ഫോമിലേക്ക് ആയിട്ടുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു വഴുതനങ്ങയുടെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഗ്രേവിക്ക് എത്രയാണോ വെള്ളം ആവശ്യമായിട്ടുള്ളത് അതും കൂടെ ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് ആ ഒരു വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 4-5 മിനിറ്റ് കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. അതുകൊണ്ട് തുറന്ന് വെച്ചിട്ട് നമ്മൾ തിളപ്പിക്കുകയാണെങ്കിൽ മേലേക്കൊക്കെ തന്നെ നന്നായി തെറിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്യാം. നമ്മുടെ ഗ്രേവിയൊക്കെ തന്നെ നല്ലോണം തിക്കായി ആ ഒരു കറക്റ്റ് ഫോമിലേക്ക് വന്നിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കസ്തൂരി മെത്തിയും കുറച്ച് മല്ലിയിലയും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റ് കൂടാനായിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വഴുതനങ്ങ കറി ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമല്ലേ. എന്നാൽ ടേസ്റ്റ് ആണെങ്കിൽ നല്ല കിഡിലും ടേസ്റ്റുമാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണേ.